നമസ്കാരം പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അങ്ങാടിപ്പുറം പ്രദേശവാസികളെ. നമ്മുടെ അങ്ങാടിപ്പുറത്തിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താണ് നമുക്കൊന്നൊരു പ്രതിഷേധമില്ലേ? അല്ലെങ്കിൽ പിന്നെ ആരോട് പറയാന്നുള്ളൊരു വിചാരത്തിലായിരിക്കും അല്ലേ? നമുക്ക് പറയേണ്ടത് നമ്മൾ ആരോടാ പറയേണ്ടത്? നമ്മൾ അരിക്കാക്കാനോട് പറയണം. പൊന്നാറിന്റെ അരിക്കാക്കാങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ നാട്ടുകാരുടെ ഇടയിൽ നമ്മൾ പുച്ഛിക്കപ്പെടുകയാണ്. സത്യം പറയണമെങ്കിൽ നാണം കെടുകയാണ്. ഈ പ്രദേശവാസികളൊക്കെ കുടുങ്ങി പോയിക്കാണ്. സത്യം പറയണമെങ്കിൽ ഒരു പാലിറങ്ങി വരുമ്പോൾ കുണ്ടിലും കുഴിയിലും ഇറങ്ങി കയറിയിട്ട് വേണം പെരിന്തൽമണ്ണയിലേക്കൊന്ന് എത്തണമെങ്കിൽ. ഇങ്ങോട്ട് നോക്കി മലമ്പാമ്പ് മാതിരി ഒരു പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നീർക്കോലി മാതിരി അതവിടെ കിടക്കട്ടെ. ഇതിന്റെ ബാക്കൊക്കെ നോക്കി കുത്തിത്തിരിക്കിട്ടാണ് പോണത് ബസ്സുകൾ. ഇനി അതിന്റെ ബാക്കിൽ നോക്കി നിങ്ങൾ അതിന്റെ ബാക്കിൽ നോക്കി എന്താണ് സംഭവിക്കണം എന്നുള്ളത്. അതിന്റെ ബാക്കിൽ എന്താണ്? 4 വരി പാത ഉണ്ടാക്കിക്ക. ജനങ്ങൾക്ക് സമയമല്ല. ഈ 5 മിനിറ്റ് 10 മിനിറ്റിന് ഓടുന്ന ബസ്സുകാരൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. 4 വരി പാതയാണ്. തട്ടിയ തട്ടി മുട്ടിയ മുട്ടി ഈ ഒരു ഇതിലാണ് പോണത്. കണ്ടോടത്ത് വെച്ച് കാണാന്നില്ല. ഇനി നമുക്ക് അങ്ങാടിപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് അങ്ങാടിപ്പുറം നമ്മളെ വളാഞ്ചേരി റോഡാണിത്. പുട്ടില് തേങ്ങട്ടന്മാരി നിൽക്കുന്നത്. പുട്ടില് തേങ്ങട്ടന്മാര് അത്രയും ടൈറ്റാ. ഇവിടെ നോക്കിയങ്ങള് ഇത് കുടമാറ്റമല്ല ഇവിടെ നടക്കുന്നത്. വെന്തുരുകുന്ന വെയിലത്ത് പോലീസുകാരുടെ ഒരു ഗതികേടാണിത്. നിങ്ങൾ എത്ര പ്രാവശ്യം ഇതുവഴി കടന്നു പോകുന്നുണ്ട്? പൊന്നാറിന്റെ അരിക്കാക്ക, നിങ്ങൾ ദിവസം മുടങ്ങുന്ന നിങ്ങളുടെ നാടാണ്. ആ കുണ്ടും കുഴികളും അടച്ചിട്ട് യാത്രക്കാർക്കൊന്ന് പെട്ടെന്ന് പോകേണ്ട രൂപത്തിലെങ്കിലും ദയവ് ചെയ്ത് ആക്കി കൊടുക്കുക. അതിനിപ്പോ വലിയൊരു ഫണ്ടൊന്നും മറിക്കേണ്ട ആവശ്യമില്ല. ദയവ് ചെയ്ത് ഞങ്ങളൊക്കെ ഒന്ന് സഹായിക്കും. ഞങ്ങൾക്ക് നിങ്ങളോടെ പറയാനുള്ളൂ.